സ്പെയിനിലെ ഇവോറയിൽ 1010 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഇവോറ ഇടവകയിലെ വികാരിയായിരുന്ന ഫാദർ ബെർണേറ്റ് അപ്പവും വീഞ്ഞും ദിവ്യബലി മധ്യേ ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നുവെന്ന യാഥാർത്ഥ്യം സംശയിച്ചിരുന്നു. വർഷങ്ങളോളം ഈ സംശയത്തോടെയാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ഫാദർ ബെർണേറ്റ് ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസയിലെ വീഞ്ഞ് രൂപം മാറി യേശുവിൻ്റെ രക്തമായി. തിരുരക്തം കാസ കവിഞ്ഞൊഴുകാൻ തുടങ്ങി. അൾത്താരവിരി മുഴുവൻ തിരുരക്തം കൊണ്ട് നനയുകയും അൾത്താരയിൽ നിന്ന് തിരുരക്തം താഴേക്ക് ഒഴുകുകയും ചെയ്തു. തൻ്റെ അവിശ്വാസത്തിൽ മനം നൊന്ത് ഫാദർ ബെർണേറ്റ് കരഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തെ ആരാധിച്ചു. ഉടനെ തന്നെ അന്നത്തെ മെത്രാനെ വിവരമറിയിക്കുകയും അദ്ദേഹം സ്ഥലത്തെത്തി അത്ഭുതം കണ്ട് ബോധ്യപ്പെടുകയും സെർജിയസ് 4-ാമൻ പാപ്പായെ അറിയിക്കുന്നതിനായി വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തു. സെർജിയസ് പാപ്പ ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. അന്വേഷണത്തെ തുടർന്ന് ഒരു തിരുവെഴുത്ത് വഴി ഇതൊരു ദിവ്യകാരുണ്യ അത്ഭുതമാണെന്ന് പാപ്പ പ്രഖ്യാപിച്ചു. 1013 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ തിരുരക്തവും തിരുരക്തം വീണു നനഞ്ഞ അൾത്താരവിരികളും ഒരു വ്യത്യാസവുമില്ലാതെ ഇന്നും ഇവിടെ ആരാധിക്കപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയിലെ ദിവ്യ സാന്നിധ്യത്തെ സംശയിക്കുന്നവർക്ക് വ്യക്തമായ അടയാളം നൽകിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വൈദികർക്ക് ഉദാശ ചെയ്യുന്ന തിരുവോസ്തിയിൽ അങ്ങ് സന്നിഹിതനാണെന്ന് ആഴമായി വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.